അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കണ്ടല്ലോ, റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു. രാവിലെ അതങ്ങ് എണീറ്റുടനെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നോക്കേ വേണ്ട. ബിരിയാണി കഴിക്കാൻ കുറേ ദിവസം കൊണ്ട് ഒരാഗ്രഹം. ബിരിയാണി നമ്മളൊരു വീക്ക്നെസ്സാണ്. അപ്പം രാത്രി തന്നെ ഞാൻ ബിരിയാണി വെക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൊന്ന് ചുരുക്കാം. പുഴുങ്ങിയ മുട്ടയും പഴവും. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ച് വാരാമെന്ന്. അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പം അടിച്ച് വരുന്നതിനിടയ്ക്ക് ഞാൻ വാപ്പായെ കടയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു. അതായത് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കി എങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ. അപ്പം എനിക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം. അങ്ങനെ ഞാൻ അങ്ങനത്തെ ബിരിയാണിയാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി വെക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ ഫ്രൈ ചെയ്തുണ്ടാക്കാൻ എനിക്ക് ബിരിയാണി വെക്കാനുള്ളൊരു മൂഡേ പോയി ഗൈസ്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് അങ്ങ് മൂഡ് പോയി. പിന്നെ ഞാൻ ഉള്ള രീതിക്ക് ഫ്രൈ ഒന്നും ചെയ്തില്ല. എൻ്റെ ഒരു കാട്ടിക്കൂട്ടലിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റ് വേവിന് റൈസ് എടുത്തു ഗൈസ്. അപ്പോൾ ദം ചെയ്തപ്പോഴത്തേക്ക് ഓവർ കുക്ക്ഡ് ആയിപ്പോയി. കുറച്ച് ഒന്ന് വെന്ത് പോയി. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്തു. അതിന് ശേഷം ഉള്ളത് ഒരു മെയിൻ പരിപാടി, നമ്മുടെ കിച്ചണും ക്ലീൻ ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പം എന്തോ പാത്രമൊക്കെ കഴുകി വെച്ചു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്ത് എളുപ്പമല്ല വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ചെയ്യാൻ. ഇതിൻ്റെ പിന്നിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയാവൂ. നല്ല പണിയുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു യുദ്ധം അവസാനിക്കുകയാണ് ഗൈസ്. നമ്മൾ കിച്ചണൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ബിരിയാണി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ടേസ്റ്റ് വന്നില്ല. എന്തായാലും കഴിച്ചു. അതിനുശേഷം ഒന്ന് കുളിച്ചു, പ്രയറൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തുകയാണ്. അപ്പം അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.